അതുപോലെ തന്നെ നമ്മളുടെ അഖിൽമാരാറ് ബിഗ് ബോസിൽ നിന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങിയതിനു ശേഷം പല കുറ്റങ്ങളും ബിഗ് ബോസിനെ കുറിച്ച് പല രഹസ്യങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സീസൺ 7-ലും സീസൺ 6-ലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും രണ്ട് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കുറ്റങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് അവിടെ വീണ്ടും വരുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയമല്ലേ അത്? അഖിൽമാരാരുടെ വിജയമല്ലേ? ഇല്ലേ? അപ്പൊ അവർക്ക് അതേ ഉള്ളു. അവരെല്ലാം അതുകൊണ്ട് മനസ്സിലാക്കുക, അവർ ഈ ബിസിനസ്സാണ് അവരെ സംബന്ധിച്ച്. അവരെല്ലാം കാണുന്നത്, അവരുടെ മുഖത്തിന് കരിവാരി തേച്ചാൽ അവർക്ക് വിഷയമില്ല. പണം, ബിസിനസ് ചെയ്യുക. ഒരു കോപ്പറേറ്റീവ് കമ്പനിയുടെ അജണ്ട അതാണ് അവരെ സംബന്ധിച്ച്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞ് ഈ ചോദിച്ച ചോദ്യം പോലും. അഖിൽമാരാർ ഇത്രയും അതിനെ തെറി വിളിച്ച്, ബിഗ് ബോസിനെ ഇത്രയും തെറി വിളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ അത് അഖിൽമാരാരുടെ വിജയമാണ്. മറ്റവർക്ക് നട്ടലില്ല, അവർക്ക് ബിസിനസ്സാണ്. നട്ടലില്ലെന്നല്ല നമ്മൾ കാണേണ്ടത്, അത് അവരുടെ ബിസിനസ്സാണ്. അവർക്ക് ഇനിയിപ്പോൾ എന്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉദാഹരണമല്ല ഈ കപ്പ് കൊടുത്ത്. അവരിപ്പോൾ തെറിവിളി കേൾക്കുവാണല്ലോ. ഈ കപ്പ് കൊടുത്തവർ അല്ലെങ്കിൽ അവരുടെ അധികൃതർക്ക് തെറിവിളി കേൾക്കും. അതൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല. അവർക്ക് പണം, ബിസിനസ്, ഇതാണ് ബിസിനസ്. അപ്പോഴും പലരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏഷ്യനെറ്റിന്റെ വാല്യൂ അല്ലേ കുറയുന്നത്? എന്നിട്ട് കുറഞ്ഞോ? വാല്യൂ പറയുന്നുണ്ടോ? എന്നിട്ട് വാല്യൂ പറയുന്നവർ എന്തുകൊണ്ടാണ് എന്നിട്ട് കാണാതിരിക്കുന്നത് ഏഷ്യനെറ്റ്? അത്രേ ഉള്ളൂ. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി എത്ര തെറി വിളിച്ചാലും ശരി തന്നെ നമ്മുടെ മുന്നിൽ വന്നിരുന്ന കണ്ടോളൂ എന്നറിയാം അവർക്ക്.